Presidential address by Mr. Sony Jacob. Good evening. Through the Association of Dallas in Day, അഞ്ചാമത് വാർഷിക സമ്മേളനത്തിൽ അധ്യക്ഷ പ്രസംഗനായി നിങ്ങളുടെ മുന്നിൽ നിൽക്കുവാൻ കഴിയുന്നത് അതീവ സന്തോഷകരവും അതിലേറെ അഭിമാനകരമായി എനിക്ക് തോന്നുന്നു. പ്രവാസി മലയാളികൾക്കിടയിൽ ധാരാളം സംഘടനകൾ ഡാലസിലുണ്ടെങ്കിലും എന്നാൽ തിരുവല്ല അസോസിയേഷൻ അതിൻ്റെ കർമ്മനിരതവും ത്യാഗനിർഭരവുമായ 5 വർഷം പൂർത്തിയാക്കും. അതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്, ചാരിതാർത്ഥ്യമുണ്ട്. ആദർശപൂർണമായ ചില ലക്ഷ്യങ്ങൾ പ്രാവർത്തികമാക്കാൻ വേണ്ടിയുള്ള ഒരു കൂട്ടായ്മയാണ് തിരുവല്ല അസോസിയേഷൻ. ഡാലസിലുള്ള തിരുവല്ല സ്വദേശികളുടെ സാംസ്കാരികവും സാമൂഹികപരമായ ധാർമ്മിക ശക്തി ഒന്ന് മാത്രമാണ് ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കുന്നത്. മധ്യതിരുവിതാംകൂറിൻ്റെ വ്യാവസായിക വികസനത്തിലൂടെ, സാമ്പത്തിക പുരോഗതിയിലൂടെ നമ്മുടെ ജന്മനാടിനോടുള്ള സ്നേഹവും പ്രതിബദ്ധതയും കാത്തു സൂക്ഷിക്കുക എന്നതാണ് ഈ സംഘടനയുടെ പരമോന്നതമായ ലക്ഷ്യം. കഴിഞ്ഞ വർഷം ധാരാളം നല്ല പ്രവർത്തനങ്ങൾ നടത്തുവാൻ ഈ അസോസിയേഷന് കഴിഞ്ഞിട്ടുണ്ട്. അതൊരു സ്ലൈഡ് ഷോയിലൂടെ കാണിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ടെക്നിക്കൽ ഡിഫിക്കൽറ്റി മൂലം അത് സാധിക്കുന്നില്ല. എന്നാലും കഴിഞ്ഞ വർഷം നടത്തിയ പ്രവർത്തനത്തെ ഞാനന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. 2015 ലോക മനസാക്ഷിയെ ഞെട്ടിച്ച ജപ്പാൻ ദുരന്തത്തിന് സാൽവേഷൻ ആർമിയിലൂടെ $1000 ക്യാപ്റ്റൻ പാട്രിക് മുഖേന തിരുവല്ല അസോസിയേഷൻ കൈമാറുകയുണ്ടായി. തിരുവല്ല അസോസിയേഷൻ എല്ലാ വർഷവും ചെയ്യുന്നത് പോലെയുള്ള വിദ്യാഭ്യാസ സഹായം ഈ വർഷവും തിരുവല്ല കാവമ്പാവം LP സ്കൂളിലും നീരേറ്റുപുറം LP സ്കൂളിലും ഏകദേശം 120ഓളം കുട്ടികൾക്ക് പുസ്തകം, ബുക്ക്, ബാഗ്, കുട തുടങ്ങിയ പാക്കേജ് നൽകിയിട്ടുണ്ടായി. ആ അവസരത്തിൽ തിരുവല്ല മുനിസിപ്പൽ കൗൺസിൽ അംഗങ്ങളും തലവടി പഞ്ചായത്തിലെ മെമ്പേഴ്സും ആ ചടങ്ങിൽ സംബന്ധിക്കുകയുണ്ടായി. തിരുവല്ലയിൽ റോട്ടറി ക്ലബിന്റെ മേൽനോട്ടത്തിൽ തിരുവല്ല അസോസിയേഷൻ പണിത് നൽകിയ 2 വീടുകളുടെ താക്കോൽ ദാന കർമ്മം ജൂൺ 25 തിരുവല്ല ട്രാവൻകൂർ ക്ലബിൽ നടത്തിയ യോഗത്തിൽ വെച്ച് പള്ളിപ്പറമ്പിൽ രാജു, ശാന്ത രാജകുട്ടി എന്നിവർക്ക് നൽകിയുണ്ടായി. തിരുവല്ല അസോസിയേഷൻ മെമ്പേഴ്സായ സുനിൽ വർഗീസ് ആൻഡ് ഫാമിലി, വർഗീസ് ചാമത്തൻ ആൻഡ് ഫാമിലി, റെനി മാത്യു, സോണി ജേക്കബ് ആൻഡ് ഫാമിലി എന്നിവർ ആ ചടങ്ങിൽ സംബന്ധിക്കുകയുണ്ടായി. നവംബർ 25 താങ്ക്സ് ഗിവിംഗ് ഡേയിൽ ലയൺസ് ക്ലബുമായി സഹകരിച്ച് ഏകദേശം 500ഓളം പേർക്ക് താങ്ക്സ് ഗിവിംഗ് ലഞ്ച് നൽകിയുണ്ടായി. കൂടാതെ ഒക്ടോബർ മാസത്തിൽ ഡാലസ് വോളിബോൾ ക്ലബായ ഡാലസ് ടൈഗേഴ്സുമായി സഹകരിച്ചുകൊണ്ട് കോപ്പൽ ബ്രൗൺ പാർക്കിൽ പിക്നിക് നടത്തിയുണ്ടായി. ഡിസംബർ മാസം ഏകദേശം 4 ദിവസങ്ങളിലായി ക്രിസ്മസ് ഗായക സംഘം തിരുവല്ല അസോസിയേഷൻ്റെ മെമ്പേഴ്സിൻ്റെയും സ്നേഹിതരുടെയും ഭവനങ്ങൾ സന്ദർശിച്ച് ക്രിസ്മസ് ഗാനങ്ങൾ ആരംഭിച്ച് ക്രിസ്മസ് സന്ദേശം നൽകിയുണ്ടായി. ഇതുകൂടാതെ ആന്ധ്ര സ്വദേശിയായ ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരു വനിതയ്ക്ക് തിരുവല്ല അസോസിയേഷൻ സാമ്പത്തിക സഹായം നൽകിയുണ്ടായി. ഇത്രയും പ്രവർത്തനങ്ങൾ നടത്താൻ സാധിച്ചത് നിങ്ങൾ ഓരോരുത്തരുടെയും സഹകരണം കൊണ്ട് മാത്രവും ഞങ്ങളിലുള്ള ഐക്യം കൊണ്ട് മാത്രമാണ്. ഈ വർഷം ചെയ്ത എല്ലാ സഹകരണത്തിനും എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. വീണ്ടും നിങ്ങളുടെ സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഈ വർഷത്തെ കർമ്മ പരിപാടികൾ ശ്രീ ജെ മാത്യൂസ് പിന്നീട് ദീപം നൽകി നിദീപം കൊടുത്തിക്കൊണ്ട് നിർവഹിക്കുന്നതാണ്. താങ്ക് യു.